അതെ, നല്ല തട്ടത്തെയും മറിയത്തി പെണ്ണയാക്കി വെച്ചേക്കാണ് നമ്മുടെ മമ്മി, നമ്മുടെ ഗോപുട്ടനെ. കണ്ട എങ്ങനെയുണ്ട്, സുന്ദരിയായില്ലേ? എനിക്കിപ്പോൾ ഗോപുവിനെ തൊടാൻ കൂടി പേടിയാ. അവൻ്റെ ഫാൻസ് എങ്ങാനും എന്നെ നിർത്തി കത്തിക്കും തന്നെ എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് നമ്മൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്തു, സെറ്റാക്കി. ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നല്ല, നമ്മുടെ ഗോപുക്കുട്ടനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതേ നമ്മുടെ മമ്മി പിടിച്ചിരിക്കണ കണ്ടോ ഗോപുക്കുട്ടനെ. ഗോപുക്കുട്ടൻ ഇന്നോട്ട് സുന്ദര കുട്ടനാവാനുള്ള പരിപാടിയാണ്. കുറച്ച് നാളായി ഉണ്ട് ആശാൻ കുളിച്ചിട്ട്, അല്ല മമ്മിയെ? കുറച്ച് ദിവസമായി ഉണ്ട് ആശാൻ ഒന്ന് കുളിച്ചിട്ട്. അതിന് മുന്നേ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, കാണിച്ചു തരാം. ആദ്യം ഒന്ന് ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ. വേറെ ആരുമല്ല, മൂപ്പര് എവിടെ പോയി? നമ്മുടെ മാളുട്ടിയുടെ പപ്പി എവിടെ പോയി? മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. ഇതാരാന്ന് മനസ്സിലായ? വേറെ ആരുമല്ല, നമ്മുടെ മാളുട്ടിയില്ലേ, മാളുട്ടിയുടെ പപ്പീസിലെ ഏറ്റവും ആദ്യത്തെ പുത്രിയാണ് നമ്മുടെ ഷാഡോ കുട്ടി. ഷാഡോ എന്നാട്ടോ പേരിട്ടേക്കണേ, അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞൊരു മാച്ച് ഇല്ല പേര്. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റീൻ്റെ അടുത്ത്. കാരണം ഇത്രേ തക്കുടു കുണ്ടു മോളെ കണ്ടിട്ട് ഷാഡോ മോളെന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ജർമ്മൻ ഷെപ്പേർഡ് ഉള്ള പേരാണ് നമ്മുടെ ഈ സുന്ദരി മോൾക്ക് ഇട്ട് വെച്ചേക്കണേ. ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സുന്ദരി കുട്ടീനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം കറക്റ്റ് നമ്മുടെ മാളൂട്ടിയുടെ കറക്റ്റ് ഡിക്റ്റോ കോപ്പിയാ, അല്ലേ? അല്ലേ? ഭയങ്കര കുറുമ്പാട്ടോ, നിങ്ങൾ കാണുന്ന പോലും നല്ല ഭയങ്കര കുറുമ്പാണ്. പിന്നെ വേറൊരു കാര്യം മമ്മിയ, അത് പറഞ്ഞാലോ മാളുവിൻ്റെ കാര്യം? വേറൊന്നല്ല, മാളു ഈ വട്ടം അടുത്തൊരു ഡെലിവറിക്ക് ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹീറ്റ് ഞങ്ങൾ കുറേ നോക്കി ക്രോസ് ആവാതിരിക്കാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ക്രോസായി. വേറെ ആരുമല്ല, നമ്മുടെ ഇവനാണ് അതിൻ്റെ ആള്. അതെ, വേറെ സംഭവിച്ചത് എന്താണെന്നറിയോ? ചോറുണ്ണാനായിട്ട് വിട്ടതാണ് മാളുവിനെ. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മൂപ്പര് ഇതേ ക്രോസായി ഇതേ പോണു. കണ്ടോ? അത്യാവശ്യം വയറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? മാളൂട്ടി ഇതേ അടുത്ത പ്രസവത്തിന് തയ്യാറെടുപ്പായി, അല്ല മാളുവാ? ഇന്ന് അപ്പം എന്തായാലും കൺഫേം ആണ് ഡെലിവറിയുടെ കാര്യം. സത്യം പറഞ്ഞ ഒരു നെടുവീർപ്പോടെ പറയേണ്ട ഒരു അവസ്ഥയായി. ശരിക്കും നമ്മൾ ഈ വട്ടം എന്താ പറയാ, ഹീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് പോകാനായിരുന്നു നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ചൂട് കാരണം കൊണ്ട് ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. അതങ്ങോട്ട് മാറി കിട്ടി, കറക്റ്റ് ക്രോസ് ആവുകയും ചെയ്തു. വാട്ടവറപ്പ് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അബോർഷൻ ചെയ്യാൻ അങ്ങനത്തെ കാര്യം നമ്മൾ ഒരിക്കലും നിൽക്കില്ല. എന്തായാലും കുഞ്ഞുങ്ങൾ വരട്ടെ, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പങ്ങളില്ലാതൊരു ഡെലിവറിക്ക്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിനെ നമ്മളൊന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. മമ്മിയാട്ടോ കുളിപ്പിക്കണം, കാരണം ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞാൽ റെഡി ആവില്ല. ഞാൻ പ്രൊഫഷണൽ ഗ്രൂമറാന്ന് പറഞ്ഞിട്ടൊന്നും മമ്മിക്ക് അത് ഇതൊന്നുമില്ല. നീ കുളിപ്പിക്കണ്ട എൻ്റെ മോനെ, ഞാൻ കുളിപ്പിക്കാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഗോപു ഒന്ന് സുന്ദര കുട്ടനാവാൻ പോവാണ്, അല്ലേ? കണ്ട ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് തുടങ്ങി, നല്ല ആറ്റിറ്റ്യൂഡായി. നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇവനെ ആറ്റിറ്റ്യൂഡാക്കി വെച്ചത്. എല്ലാവരും കൂടെ അവന് വഷളാക്കി, ഫാൻസ് അസോസിയേഷനൊക്കെ കൂടിയപ്പോൾ അവന് ആറ്റിറ്റ്യൂഡായി. അപ്പോൾ സമയം കളയാനില്ല, നേരെ നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ ഗോപുക്കുട്ടനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്, അല്ലേ ഗോപു? സുന്ദര കുട്ടപ്പനുള്ള പരിപാടി. ഇരിക്കണ ഇരിപ്പ് കണ്ട നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഇരിക്കും അതുപോലെ, അല്ല ഗോപുട്ട? നിന്നെ എങ്ങനെ ഇരുത്താൻ പാടില്ല എന്നുകൊണ്ട് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ വേറൊന്നല്ല, ജനിച്ചപാടെ ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ ഒരു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഇരിക്കണം കറക്റ്റ് ആ ഒരു ഇതിലാണ് അവൻ ഇരിക്കുക. അവന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എണീച്ച് നിൽക്കാനൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവന് അറിയില്ല. അപ്പോൾ കുളിപ്പിക്കാൻ പോവാണ്. നമ്മുടെ ഗോപുക്കുട്ടനും പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ഡെക്കത്തലോണി എന്നുള്ള തോർത്തൊക്കെയാണ് എടുത്തത്. എനിക്ക് പോലും നമ്മുടെ മമ്മി ഡാഡിയിൽ നിന്ന് 50 രൂപയുടെ 100 രൂപയുടെ തോർത്ത മമ്മി മേടിച്ചു തരാം. ഡെക്കത്തലോണിയിൽ നിന്ന് 1000 രൂപയുടെ തോർത്തൊക്കെ പിള്ളേർക്ക് കൊടുക്കുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നേരെ നമ്മുടെ കുളിപ്പിക്കലിലേക്ക് കിടക്കാം. ഗോപുട്ടാ കുളിക്കണ്ട നമുക്ക്? ഗോപുട്ടന് കുളിക്കാന്ന്. അതെ, ഗോപുട്ടന് കുളിക്കാൻ നല്ല മടിയാട്ടാ. കണ്ടാ? എങ്ങനെ പോണേ? ഞാൻ പെട്ടു. ഓട്ടം ഞാൻ അവിടെ കുളിപ്പിച്ചതാ. ഓടണം അവിടെ ഇരുന്നിട്ട്. കണ്ടാ? ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? ജെറ്റ് വിമാനം പോലെ പോവാശാൻ. ഞാൻ പിടിക്കാം. സുന്ദര കുട്ടൻ ഒന്ന് കുളിച്ച് നല്ല സുന്ദര കുട്ടനായി. ഇനി ഇവിടെ തൊട്ട് പെണ്ണ് കാണാൻ പോവാണ്. കുളിച്ച് സുന്ദരനായി, അല്ല മമ്മിയ?
പോടാ. പിന്നെ ഞങ്ങളൊന്നൊരു പെണ്ണ് കെട്ടിക്കട്ടെ ഞങ്ങൾ ഗോപൂട്ടനെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. നമ്മുടെ ഗോപൂട്ടനെ ഞങ്ങൾ പെണ്ണാലോചിക്കാൻ പോവാ. ഗോപു പെണ്ണൊക്കെ വേണ്ട നിനക്ക്? പവൻ പറയണ്ടോ നിനക്ക് പെണ്ണില്ലെങ്കിൽ നിനക്ക് ആവുന്നുണ്ടാകുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഗോപൂട്ടൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ തോർത്തുകൊണ്ടിരിക്കുകയാണ് രാജാവിനെ. അല്ല രാജാവേ, തോർത്തട്ടെ നിന്നെ? നമ്മുടെ കുറ്റം പറയലല്ല, എങ്ങാനും കുറ്റം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ദൈവമേ, എനിക്കിപ്പോൾ ഗോപുവിനെ തൊടാൻ കൂടി പേടിയാ. അവന് ഫാൻസ് എങ്ങാനും എന്നെ നിർത്തി കത്തിക്കും തന്നെ എല്ലാവരും കൂടിയിട്ട്. അല്ല ഗോപുവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് അല്ലേ? സുന്ദര കുട്ടനാ ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ കുളിച്ചു, സുന്ദരമണിയായി. പിന്നെ വേഗം തന്നെ രണ്ടാൾക്കാരെ വേഗം കാണിച്ചു തരാം. അതെ, നമ്മുടെ ഡോബറും പിന്നെ നമ്മുടെ വിക്കിയും. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏറെക്കുറൊക്കെ ടിക് ഫീവറൊക്കെ കഴിഞ്ഞ് ഏറെക്കുറൊക്കെ റിക്കവർ ആയിട്ടുണ്ട്, സെറ്റായി. അവന് ഇനി ഒരു 2 ഷെഡ്യൂള് ഇഞ്ചക്ഷനും കൂടി ഉണ്ട്, ഇവനും കുറച്ചും കൂടി ഉണ്ട്. ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് നമ്മൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്തു, സെറ്റാക്കി. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ഗേജ് ശരിക്കും ഡോബർമാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ കൂടെ അശാൻ ചാടിയിട്ട് പിന്നാമ്പുറത്തോടെ പോയിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അത് കാരണം കൊണ്ട് അത് നിർത്തി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ 2 പേരുടെ വിശേഷം. ആ 2 പേരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അധികം വരാത്ത വേറൊന്നുമല്ല. 2 പേരും ഒരുമിച്ച് നിർത്തി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്. അത് കാരണം കൊണ്ടാട്ടോ. അങ്ങനെ ഇതേ കുളിപ്പിച്ച് നല്ല എന്തൊരു പറയുക, നമ്മുടെ ഈ അതെ നല്ല തട്ടത്തെയും മറിയത്തി പെണ്ണയാക്കി വെച്ചേക്കാണ് നമ്മുടെ മമ്മി നമ്മുടെ ഗോപൂട്ടനെ. കണ്ട എങ്ങനെയുണ്ട്? സുന്ദരിയായില്ലേ? അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഗോപൂട്ടൻ്റെ കുളിസി വീഡിയോ, ഇവിടെ ചെറിയൊരു വീഡിയോ, ജസ്റ്റ് ഇവനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ.